പറഞ്ഞല്ലോ ഇവനിലുണ്ടാകുന്ന ഫസ്റ്റ് ബ്രീഡിങ്ങിലുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മുടെ പ്രേക്ഷകർക്ക് സ്റ്റഡ് പപ്പീനാട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ ഏറ്റവും നല്ല പപ്പി ആയിരിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകർക്ക് വില വരുന്നതായിരിക്കും. അത് കേട്ടോ കേട്ടെ. അപ്പൊ പിന്നെ കടി കിട്ടിയാലും അവളെന്നെ എന്ത് ചെയ്താലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ ഒരു കണ്ടന്റ് ആണ് കേട്ടോ. നമസ്കാരം. നമ്മളുള്ള സ്ഥലം പുനലൂരാണ്. കറക്റ്റ് പ്രോപ്പർ കൊല്ലം ജില്ല പുനലൂർ, തൂക്കുപാലത്തിന്റെ നാട് പുനലൂർ. ഓക്കെ. അപ്പൊ എന്റെ അടുത്തേക്ക് സാമേട്ടൻ ഇപ്പൊ എന്നെ എനിക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കുറച്ചു കാലം മുന്നേ ചെയ്താന്നല്ലേ? 2-3 മാസമായി. ആൾപ്പെട്ടതാണ് ജസ്റ്റ് ഒന്ന് മെസ്സേജിലൂടെ. ഡ്രൈവിംഗിലും ആയിരുന്നു, അപ്പൊ എനിക്ക് കൂടുതൽ. ഓക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് ചലഞ്ച് തരുന്ന ആൾക്കാരെ ഡയറക്റ്റ് സംസാരിച്ചു. നമുക്ക് ഹായ് വിടണ്ട, മുഖവര വേണ്ട. ഇത് സമയത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞാണ്. ഇപ്പൊ എനിക്ക് ചലഞ്ച് തരാൻ നമ്മുടെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ നമ്പർ ഉള്ളത്. വാട്സപ്പ് നമ്പറാണ്. അതിൽ കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല, കാരണം കോൾ ചെയ്താൽ കിട്ടില്ല. ഞാൻ ഇൻകമിംഗ് കോൾ ബാറാക്കി വെച്ചേക്കാണ്. വാട്സപ്പ് കോൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒന്നും വേണ്ട, മുഖവര ഒന്നും വേണ്ട. ചേട്ടാ ഒരു ചലഞ്ച് ഉണ്ട്, ചേട്ടാ വിളിക്കണം നല്ല കേട്ടോ, ഒരു ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഹായും അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് ചലഞ്ച് തരുവാണെങ്കിൽ ഇത് പറയാം. പിന്നെ ഡൗട്ടുകൾ ചോദിച്ചാലും മെസ്സേജ് അയക്കേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡോഗ് ട്രെയിനർ അല്ല, അങ്ങനത്തെ സംഭവമല്ല. ഡോഗായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നവരെ ഡോഗിന് അസുഖം വരുമ്പോൾ നമ്മളെ മെസ്സേജ് അയക്കും, എന്താ ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ല വേറെ ഒരു വകുപ്പില്ല. അപ്പൊ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെയ്യുക. ഇന്നാളെ ഒരു ഡോഗിന് സ്നേക്ക് ബൈറ്റ് കിട്ടി, അപ്പോഴും എന്നെ വിളിച്ച് സാമേട്ടനെ വിളിക്കാം കേട്ടോ. അപ്പൊ അതെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മളെ വിളിച്ചോദിക്കാം. അപ്പൊ ഇപ്പൊ പറയാൻ വന്ന കാരണം പറഞ്ഞാൽ സാമേട്ടന്റെ അടുത്ത് നല്ല അടിപൊളി കുറച്ച് ഗ്രേഡിയൻസ് ഉണ്ട്. ഞാനത് പറഞ്ഞ് നമ്മൾ പറയുന്നില്ല, കാണിച്ചു തരാം. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു ചലഞ്ച് ഉണ്ട് ഇവിടെ. ആ ചലഞ്ചിലൂടെ ചലഞ്ച് നമുക്ക് കാണാം, അതിന്റെ ഒപ്പം കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. സമയണ്ട ഒന്ന് പരിചയപ്പെടുത്തേക്ക് ടോട്ടല് നമ്മുടെ കാര്യങ്ങളൊന്ന്. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേഡ് 9 മാത്രമേ നമ്മുടെ ഇതാണുള്ളൂ. വീടിനോട് ചേർന്നുള്ള കനലിൽ തന്നെയാണ്. എത്ര പേരുണ്ട്? മൊത്തം ഒരു 5 വലിയ ഡോഗുകളും ഒരു 4 മാസമായ റോക്കി, ലിറ്റിൽ റോക്കി. അവനാണ് ഇവിടുത്തെ താരം. താരത്തിനെ പരിചയപ്പെടുത്താം. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ എനിക്ക് തോന്നുന്ന എല്ലാ ഡോഗ് ലവേഴ്സ് തന്നെയാണ് കൂടുതൽ. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഗ്രേഡ് ആൻഡ് ലെവലുള്ള സാധനം അല്ല കേട്ടോ, കുറച്ച് അതൊക്കെ മേലുള്ള ഒരാളാണ്. കാരണം ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ജസ്റ്റ് ടിജോ പോയി കണ്ടായിരുന്നു, അവനെ ഡോഗിനെ കണ്ടായിരുന്നു. ഫീമെയിൽ അല്ലേ? ഇപ്പൊ നമുക്ക് അഗ്രഷൻ നമ്മൾക്ക് ചലഞ്ച് നിൽക്കുന്ന ഫീമെയിലാണ്. ഡോൾഫി എന്ന് പറഞ്ഞ ആളാണ്. ആള് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എന്നെയും അവളെയും കൊണ്ടൊന്ന് കമ്പയർ ചെയ്യുക, ഞങ്ങളുടെ സൈസ് വെച്ചിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഫീല് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മള് സമയത്ത് എനിക്ക് തന്നൊക്കെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ എന്തായാലും നമ്മളെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് കടി മേടിച്ച ആളിവിടെ നിൽപ്പുണ്ട്. ആള് കടി കിട്ടിയിട്ടുണ്ട്. അതായത് മോളുടെ പേരെന്താ? ഗ്ലോറീന. അപ്പൊ ഗ്ലോറീനയാണ് ഇവരുടെ മെയിൻ ആയിട്ട് ഗാർഡ് ചെയ്യുന്ന ആളല്ലേ? അവരുടെ ആളായിരുന്നു. പക്ഷെ ഡോൾഫി അടുത്ത് മാത്രം പറ്റൂല. ശരി. ബാക്കി എല്ലാവരോടും ഭയങ്കര പറ്റും. അപ്പൊ നമുക്ക് സമയത്ത് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇത് കയറുക എന്നാണ്. അപ്പൊ അവരുടെ ഒരു അഗ്രഷൻ. ഈ വേറെ കാര്യമുണ്ട്, ഈ ഭയങ്കര മാസ്റ്റിഫായ ഡോഗുകൾ, സൈസുള്ള ഡോഗുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കിടന്ന് കുറച്ചങ്ങോട്ട് അവരങ്ങനെ ബഹളം വെക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെയല്ല, അവരുടെ ആ ഓരോ പ്രതികരണത്തിനും ഓരോ രീതികളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചെറിയ ഡോഗ് ബ്രീഡ് 6 പേരുണ്ടെങ്കിലും 6 സ്വഭാവക്കാരായിരിക്കും. അപ്പൊ ചുമ്മാ അങ്ങനെ നമ്മൾ ഞാൻ ജർമ്മനെ താഴ്ത്തി പറഞ്ഞല്ല, ജർമ്മൻ പോലുള്ള ഡോഗുകളെ പോലെ, റോട്ടിനെ പോലെ ഇങ്ങനെ എന്താ പറയുക, അഗ്രഷന്റെ പീക്ക് ഇങ്ങനെ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷെ അവര് മര്യാദയ്ക്ക് ഒരു കൊര. പിന്നെ അവരൊന്ന് എണീറ്റ് തന്നെ നമ്മൾ ബോധം പോകുന്ന ലെവലാണ്. നമുക്ക് അവളുടെ കൂട്ടിൽ നിന്ന് കയറി ഇരിക്കണം എന്നാണ് സമയത്ത് പറഞ്ഞത്. അത് നമുക്ക് പറ്റുമെന്ന് നോക്കാം. പറ്റിയാലും പറ്റിയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കണം. അപ്പൊ അഗ്രഷൻ ഞാൻ ടീച്ചറിനോട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവരെ വിളിച്ചിട്ട്, ഇപ്പൊ ചലഞ്ചിൽ എന്തായാലും ഇവർ നമ്മളിവിടെ ഇടപെടുന്നില്ലല്ലോ, ഇവരെ മാറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ കുറച്ച് പേരൊക്കെ കാണിക്കും. അവള് കൂടെ കിടക്കുന്ന മെയിലാണ് കേട്ടോ. അവൻ വലിയ കുഴപ്പമൊന്നുമില്ല അല്ല സമയട്ടാ, അത്ര ഡേഞ്ചർ അല്ല. അപ്പൊ ഇന്ന് നമ്മള് കയറേണ്ടത് സാധാരണ ഒരു ഡോഗിന്റെ കൂട്ടിലാണ്, ഒരു ഡോഗ് കിടക്കുന്ന കൂട്ടിലാണ് കയറുന്നത്. 2 പേരുണ്ട്. ഈ 2 പേരും ശരിക്കും ഞാൻ ആ ടിജോനെ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ല, ടിജോന്റെ ബോഡി വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചായിരുന്നല്ലോ. ശരിക്കും ആ ഒരു ബോഡി സൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടിജോ നിൽക്കുന്നേക്കാൾ സൈസ് ഉണ്ട്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചൊരു ഫീൽ ചെയ്യുള്ളൂ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം.
ഇവളുടെ പേരെന്തായിരുന്നു? ഡോൾഫി. ആ ഡോൾഫി ഇങ്ങ വന്നേ, ഇവിടെ വന്നേ. ടിജോ ഇവിടെ വന്നടാ, അപ്പൊ കുറച്ച് ലൈറ്റ് ഉണ്ടാവും. ഈ സൈഡ് വന്നേ. ഡോൾഫി ഇങ്ങ വന്നടാ. നീ ടിജോനെ ഇപ്പൊ ഞെട്ടിച്ചായിരുന്നല്ല? ടിജോനെ ഞെട്ടിച്ചായിരുന്ന ഇപ്പൊ? ഇവന്റെ പേരോ? സ്നൈപ്പർ. ആ അപ്പൊ ഇതാണ് ആള്. ഇവിടെ വന്നേ. എന്നോട് അത്ര വലിയൊരു ഇത് കാണിച്ചിട്ട് ടിജോടെ കാണിച്ച ഒരു സംഭവം കാണിച്ചിട്ടില്ല. ഞാൻ ഒരു മന്ത്രം ചൊല്ലിയായിരുന്നു, മന്ത്രം. കണ്ടോ? കഴിഞ്ഞ വീഡിയോയില് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇന്നലെ. വാച്ചില് എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ സാമേട്ടനൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ടാ, അങ്ങനെ ഒരു വാച്ച് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സാധനം എക്യുപ്മെന്റ്സും കൊണ്ടോ നമുക്ക് ഡോഗിനെ സാമേട്ടൻ പറഞ്ഞു 2-3 വാച്ച് കിട്ടിയ കുഴപ്പമില്ല. അപ്പൊ ഈ വാച്ച് കൊണ്ടും അങ്ങനെ സാധനം കൊണ്ടൊന്നും ഡോഗിനെ നമുക്ക് നമ്മുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നിർത്താൻ പറ്റില്ല. ഇനിയിപ്പോ വേറെ വല്ല സംഭവം കൊണ്ട് ഡോഗ് പേടിപ്പിച്ച് നിർത്താം അല്ലേ? ഇപ്പൊ എന്തെങ്കിലും സാധനം കൊണ്ട് എന്തെങ്കിലും എനിക്കറിയത്തില്ല, അങ്ങനെ എക്യുപ്മെന്റ് അങ്ങനത്തെ എക്യുപ്മെന്റിനോട് നമുക്ക് ചിലപ്പോൾ പേടിപ്പിച്ച് നിർത്താം. ഒരിക്കലും നമുക്ക് ഈ ഡോഗിനെ ഇണക്കി നമ്മുടെ കൂടെ ഒരു കടിക്കുന്ന ഡോഗിനെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ സൗമ്യമായിട്ട് നിർത്താൻ ഈ ഒരു എക്യുപ്മെന്റ്സിനും പറ്റട്ടോ. അത് നമ്മുടെ ആ ഒരു ഇത് തന്നെയാണ്, നമ്മുടെ ആ ഒരു അവരോടുള്ള അറ്റാച്ച്മെന്റ് തന്നെയാണ് അവർ നിൽക്കുള്ളൂ. പോരാ. സമയം പറഞ്ഞാൽ ഇവളിപ്പോ ലിറ്റർ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഇനി എത്ര ദിവസം ഉണ്ട്? 2 weeks. 2 ആഴ്ച കഴിഞ്ഞാൽ ഉള്ള മക്കൾസിനെ കാണാം കേട്ടോ നമുക്ക്. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ സമയത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കാൻ വിളിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ ടിജോട് കാണിച്ച ഒരു ഫീൽ എന്നോട് കാണിച്ചിട്ടില്ല കേട്ടാ. ഇവിടെ വന്നിട്ട് പറഞ്ഞേ എന്താണ് ഞങ്ങളുടെ ഹെഡിന്റെ വ്യത്യാസം കണ്ട? കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ പുറത്തേക്ക് കാണിച്ചു തരാം ഞങ്ങളെ ഹെഡിന്റെ എന്റെയും വ്യത്യാസം. അവള് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങ് വന്ന് വേണേ, ഇവിടെ നടി കയറുക. ഇവിടാ കളിയാണാ? ഞാൻ കയറി വന്നാലോ അങ്ങോട്ട്? കയറിട്ടാ അങ്ങോട്ട്? കയറി എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞോ. കയറി ഉള്ളിൽ കയറിയല്ലേ? മേത്ത് കയറി പിടിക്കരുത്. നീയോ ഞാൻ കേറട്ടെ ഉള്ളിലേക്ക്? ഒരു ഉമ്മ വരുമോ? ഒരു ഉമ്മ ഹെഡ് വ്യത്യാസം കണ്ടോ സൈസില്? അവളെ ഫുള്ള് നിന്നിട്ടില്ല. ഇപ്പൊ ഞാൻ അവള് നിക്കുന്ന ലെവലാട്ടോ. ഒരു 10 ഇഞ്ച് 4 ഇഞ്ച് ചിലപ്പോ അവളുടെ ഒരു ഹൈറ്റ് ഉണ്ട് ഞാൻ നിൽക്കുന്നേക്കാരും. അത് കഴിഞ്ഞ് അവള് നിന്ന് കഴിയുമ്പോ ഹൈറ്റ് കിട്ടും. 7 അടി. ഞാൻ 170 സെന്റിമീറ്റർ ഉള്ളൂ. ഇവിടെ എണീറ്റ് നിന്നാൽ 7 അടി ഹൈറ്റ് വരും. അപ്പം നമ്മുടെ ശരാശരി മനുഷ്യന് ഒരു 6 അടി പൊട്ടിക്കും. നോർമൽ 6 അടി ഒന്നും ഇല്ല, 5 അടിയാണ് ശരാശരി ബോഡി വെയിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ ഉരുട്ടിയിട്ട് പിടിക്കാൻ പറ്റും. അപ്പം സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡോഗൊക്കെ നമ്മളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു പേടി മനസ്സിൽ വരുന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇവരോട് ഒരു അറ്റാച്ച്മെന്റിലേക്ക് വരില്ല. അയ്യോ പേര് ഞാൻ പിന്നെ വിട്ടു. എന്താ മോളെ ഉള്ള പേര്? ഡോൾഫി. എന്നാ കേറട്ടാ ഉള്ളില്? കേറട്ടെ? അപ്പൊ കടി കിട്ടിയാലും കടി കിട്ടിയാലും അവളെന്നെ എന്ത് ചെയ്താലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ ഒരു കണ്ടന്റ് ആണ് കേട്ടോ. അവിടെ കിട്ടുന്നില്ല ചോദിച്ചിലൂടെ ഇങ്ങനെ തള്ളി ചെയ്യുന്നത് ഇങ്ങോട്ട് ഇറക്കാം. നല്ലത്. എന്നാ നമുക്ക് ലീഷിലേക്ക് ഇറക്കാം. അല്ല ഞാൻ ഉള്ളിൽ കയറി ലീഷിട്ടാലോ? ഇനിയിപ്പോ ഞാൻ ലീഷിൽ എല്ലാരും പറയും ഇവിടെ ലീഷ് റെഡ് കളറാ. എല്ലാരും പറയേ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഏത് ഡോഗിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ ഇടയ്ക്ക് ലീഷിട്ട് ഇറക്കലുണ്ടല്ലോ. ലീഷിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഏത് ഡോഗും കടിക്കുന്ന ഡോഗ് ഇറങ്ങി ഒരാൾ സന്തോഷത്തിൽ ഇറങ്ങി വരും എന്ന് പറയുന്നുണ്ട്. ഇറങ്ങണമെന്ന് താല്പര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി നടക്കുന്നതാണ്. ലീഷിലല്ല ഇറങ്ങുന്നത്, ഫ്രീ ആയിട്ട് ഇറങ്ങി നിൽക്കാം. അപ്പൊ ലീഷ് കണ്ടാലും അങ്ങനെ താല്പര്യമുള്ളതല്ല. പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ഒരു വീഡിയോ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, ജസ്റ്റ് ഒരു വീഡിയോ കണ്ടായിരിക്കും ചിലപ്പോൾ ലീഷിലേക്ക് ഇറക്കി വരുന്ന ഡോഗുകൾ നമ്മളോട് ഭയങ്കര ഇണങ്ങി വരുമെന്ന്. നമ്മളിപ്പോൾ 112 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ 4 ഡോഗ് നമ്മളെ കടിച്ചിട്ടുണ്ട്. ഈ കടിച്ച 4 ഡോഗിനെയും നമ്മൾ ലീഷിട്ട് ഇറക്കിയതാണ്. ആ ഡോഗ് നമ്മളെ കടിച്ചല്ലോ. അപ്പം ഇറങ്ങി വരുന്ന ഡോഗിനെ കടിക്കാതിരിക്കാം. അതൊക്കെ നമ്മൾ ഓരോ ലെക്കാണ് കേട്ടാ. കയറി വരട്ടെ അങ്ങോട്ട്? ഞാൻ കയറി വരട്ടെ? മാറ്, ഞാൻ ഉള്ളിൽ കയറി ലീഷിടാം. ഉള്ളിൽ കയറി കേട്ടാ. അതാവും പോയി പോലെ. അവസാനല്ല അവൻ പോയാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവളെ നമുക്കൊന്ന് ലീഷിട്ട് ഇറക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇവളെ നമ്മൾ പുറത്തേക്ക് തുറന്നു വിടാത്തത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് തന്നെ ലീഷിട്ട് നമുക്ക് ഇറക്കാം. ഓക്കെ, വന്നടി പെണ്ണേ, വാ ചേട്ടാ ലീഷിലിട്ടാ ഇങ്ങ് വന്നേ. നോക്കോളൂ. സമയം പറഞ്ഞ കേട്ടോ, അവള് നമ്മുടെ കൂടെ അങ്ങ് നിന്നാലും എന്നാലും ഡബിൾ മൈൻഡിൽ അവള് നോക്കോളൂ കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് ഒരു ഇച്ചിരി ഒരു മാസ്റ്റിഫായ ഡോഗിനെ നമ്മൾ കൂടിനുള്ളിൽ കയറിയിട്ട്
ഈ പറഞ്ഞ പോലെ എന്നാ ലീഷ് ഇട്ടിട്ട് ഇറക്കാൻ പറ്റുന്നത് കേട്ടാ. ഇറങ്ങിക്കോ. ആ ഇപ്പൊ അങ്ങോട്ട് പൊക്കടാ. ആയില്ല, അവള് നാളെ അമ്മയാകുമ്പോ നാളാ. നീ വാ, വാടി പെണ്ണേ വാ. കടാ സൈസിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാ. കൺസീവ് ആയതുകൊണ്ട് കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് എല്ലാം കൂടും, കാരണം അവർ തമ്മിലുള്ള ഇത് കണ്ടില്ലേ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ സാധാരണ മെയിൽ ഡോഗ് ആയിരിക്കും സൈസ് ഉണ്ടാവുന്ന ഡോഗ്. ഇപ്പൊ ഇവളുടെ കാര്യത്തില് ഇതിലാരാ സൈസ്? ഇപ്പൊ കൺസീവ് അല്ലെങ്കിൽ തന്നെ സൈസ് ആരാ? അവളാണ് കുറച്ച് ഒരു പിടിക്ക് മുന്നേ അവള്. ആ ആ ആ ആ ആ അത് ശരി. ആ ഹാ ഹാ ആ അവിടെ കിടക്കുന്നല്ലേ. കണ്ടല്ലേ അവളുടെ വ്യത്യാസം കണ്ടോ? ഞാൻ വേണം ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ് സാധാരണ ഡോഗിന്റെ മുമ്പിൽ. ഫീമെയിൽ ആയതുകൊണ്ട് കേട്ടോ. അവന്റെ മുമ്പിൽ അവനാണ് ഇപ്പൊ അഗ്രഷനെങ്കിൽ ഒരിക്കലും നമുക്ക് അവന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവൻ കണ്ടല്ലേ ഇപ്പൊ മൗണ്ട് ചെയ്യാൻ കയറിയണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് മൗണ്ട് ചെയ്യാൻ കയറും. ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ട ആണല്ലേ. അവൻ നല്ല ഷെഡാണല്ലേ. ആ അവന്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അവൻ ചാടി മേത്ത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ നമ്മളുടെ വ്യത്യാസം കണ്ടോ? ഞങ്ങളുടെ ഹെഡ് തമ്മിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങനെ പൊങ്ങിയാ നിൽക്കുന്നത്, എന്നാലും എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. ഇപ്പൊ പൊക്കി നിർത്താൻ പറ്റിയ ഈ ഹൈറ്റ് വരും കേട്ടോ. അവിടെ ഈ ഹൈറ്റ് അല്ല, എന്റെ ഈ ഹെഡിന്റെ ഇവിടെ വരും ഹൈറ്റ് വരും. വാ നമുക്കൊന്ന് നടക്കാം. വാ പെണ്ണി വന്നേ വാ അങ്ങോട്ട് പോവാ. അവിടെ വേറെ കുറച്ച് പേരുണ്ട്. വാട്ടാ ആയില്ല വാ. ഉരട്ടെ ആ ഇവിടെ ഒരാളുണ്ട് കേട്ടാ. ഇതായ ആളെ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് വലിയ കാര്യമായിട്ട് ഇതിൽ ഇവളുടെ കാര്യം പറയാനില്ല. സാമയായിട്ടൊന്ന് പറയട്ടെ. ആ അപ്പൊ ഇവിടെ അടുത്തേക്ക് വന്നാൽ കുഴപ്പമില്ല അവൻ. ആ ആ കണ്ടാ ഇവരുടെ തമ്മിലുള്ള വ്യത്യാസത. ഇവനും ഏകദേശമൊക്കെ ഒരു എന്നെ വലിച്ചോണ്ട് പോയാൽ അങ്ങ് പോകും കേട്ടാ. ഇവന്റെ ഫേവറേറ്റ് ബോളാട്ടോ അത്. സാമേട്ടൻ ബന്ധം പറഞ്ഞായിരുന്നു, അതാണ് അവന്റെ ഫേവറേറ്റ് ബോൾ. അവന് സ്റ്റഡ് മെയിലാ അത്. ആ ഇത് ഫീമെയിൽ ആട്ടോ, സോറി കേട്ടോ മാറിപ്പോയി. ഇവിടെ ഫീമെയിൽ ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വെച്ച് മെയിലാന്ന് വിചാരിച്ചു. ആ 20 മാസം ആവുന്നുള്ളൂ. നോർമൽ അവരുടെ ഒരു മെച്യൂരിറ്റി ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഡോഗ്. എത്തിന്ന് പറയാം, ഏകദേശം 20 മാസം വേണം ഒരു ഡോഗ് മെച്യൂരിറ്റി എത്താൻ. അപ്പൊ അത് ഫീമെയിൽ ആണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മെയിലായിരിക്കും, സൈസ് കൊണ്ട് നമുക്ക് പറ്റിപ്പോയാട്ടാ. ആ ഫീമെയിൽ ആണ് അല്ലേ. എനിക്ക് തോന്നാ ഇവളെ പോലെ തന്നെ ഇവളും ആയി വരും അല്ലേ ഏകദേശം കാഴ്ചയിൽ. ഇപ്പൊ ഇവിടെ എത്ര മാസമായി? ഇവിടെ എത്ര വയസ്സായി? ഇത് 3 വയസ്സ് കഴിഞ്ഞു. അപ്പൊ നോർമൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഡബിൾ ആവും. ആ അപ്പൊ നമ്മുടെ പ്രഷർ ഗ്രേഡൻ നമ്മളിപ്പോ നമ്മളെല്ലാരും കണ്ടു തഴച്ച് വരുന്ന ഒരു ഗ്രേഡന്റെ ഒരു രീതി ഉണ്ടല്ലോ. കാരണം ഞാനിപ്പോ നമ്മളിങ്ങനെ നടക്കുമ്പോ നമ്മളെ കുറെ ഗ്രേഡനെ ഷോയ്ക്ക് കാണാറുണ്ട്. അപ്പൊ നമ്മള് ഓ ശരി. അപ്പൊ നമ്മൾ ഈ കോമൺ ആയിട്ട് കാണുന്നത് അമേരിക്കൻ ആണ്. ആണ് ആ വ്യത്യാസം അല്ലേ? അല്ല ഞാൻ ആദ്യം വിചാരിച്ച എന്താ അറിയോ, ഞാൻ ആദ്യം പുള്ളിക്കുത്താന്ന് വിചാരിച്ചു. അല്ല പെട്ടെന്ന് അവരുടെ ബോഡി കണ്ടപ്പോഴേ ആ മുഖം കണ്ടപ്പോ ഒരു പുള്ളിക്കത്തിന്റെ ഒരു ഫീൽ വന്നു. മറ്റേ നമ്മുടെ കുഞ്ഞിനെ കണ്ടപ്പോ നമ്മുടെ താരമില്ല ആളെന്തി റോക്കി. റോക്കിനെ കാണിച്ചിട്ടാണ്. റോക്കിനെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവളുടെ സൈസ് കണ്ടല്ലോ. ഒരു 4 എത്ര മാസമായി പ്രായം? എത്രയായി? 4 മാസവും 15 ദിവസവും പ്രായമുള്ള ഒരു ഡോഗിനെ കാണിച്ചിട്ടാ. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അവളിങ്ങ് വരട്ടെ, അവളെ തുറന്നു വിട്ടുമ്പോ കാണിച്ചിട്ടാ. അപ്പൊ ഈ ഒരു ഡോഗിന്റെ കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ സാമേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരു എന്താ പറയാ ഒരു മാറാൻ പോകുന്ന സാധനം പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് സാമേട്ടൻ ചോദിച്ചു. ആ ശരി. ഇമ്പോർട്ട് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 20 ലക്ഷം രൂപ വേണം. ആ ഒരു ക്വാളിറ്റിയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിലാണല്ലേ. എവിടെ നിന്ന് എടുത്ത അവന് സേലത്ത് എടുത്തത്. ഇപ്പൊ സാമേട്ടൻ ഗ്രേഡിനെ മാത്രമേ വളർത്തുള്ളൂ ആകുന്നുള്ളൂ. അവന്റെ പേരെന്താ? അവന്റെ ചെക്കന്റെ പേര് റോക്കി. ഇവിടെ അതാണ് റോക്കിയെ കാണിച്ചു കൊടുക്കുക. തിരിച്ച് റോക്കി കണ്ടോ? ആ നിൽക്കുന്ന മെയിലിന്റെ അടുത്ത് നിൽക്കുന്ന ഡോഗ് കണ്ടോ? രണ്ടും തമ്മിൽ മറ്റേ എത്ര മാസമായ വലുത്? 2 വയസ്സ്. 2 വയസ്സുള്ള ഡോഗും 4 മാസവും 15 ദിവസമുള്ള ഡോഗാണ് മറ്റേ കേട്ടോ. അവനെ കണ്ടോ? ആ രണ്ടും വ്യത്യാസം കണ്ടോ? ജസ്റ്റ് 4 മാസം. വാ റോക്കിങ് വാ. ആ മാസം ഞാൻ കാണിച്ചു. വാ റോക്കിങ് വാ. റോക്കേ ഇവിടെ കണ്ടാ റോക്കി കണ്ടാ വ്യത്യാസം കണ്ടോ? ഇവള് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഹെവിയാണ് ഇവള്, നമ്മുടെ പെണ്ണ്. അവളുടെ ഏകദേശം ഒരു അരഭാഗം, നിലവിലിപ്പോ അരഭാഗം തന്നെ ആയിട്ടുണ്ട് 4 മാസം കൊണ്ട്. അപ്പൊ സമയത്തും പറഞ്ഞെന്ന് പറഞ്ഞാല് ഇവള് വളർന്നു വരുന്ന ഒരു ബോംബാണ് നമ്മുടെ ചെക്കൻ അല്ലടാ. അവന് ഭയങ്കര സ്നേഹം കേട്ടോ. ഞങ്ങൾ വന്നപ്പോ തന്നെ ഭയങ്കര സ്നേഹപ്രകടമാണ്. സ്നേഹം കാരണം ഞങ്ങൾ പിഴക്കാതെ കയറ്റുന്നത് അടച്ചിട്ടേക്ക് വരുന്നു. ഭയങ്കര സ്നേഹം.
കടല്ലേ? അവനെ ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത് ഇറങ്ങുന്ന പപ്പിയെ അത് നമ്മുടെ സമയത്തും വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമയത്ത് പറഞ്ഞ കേട്ടാ ഇവന് സ്റ്റഡ് മെയിലായിട്ടാണ് അദ്ദേഹം വളർത്തുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കെനലിൽ കാണുന്ന ഒരു ക്രോസിങ്ങിന് വേണ്ടി മാത്രം അടച്ചിട്ട് വളർത്തുന്ന പരിപാടിയല്ല. വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. സ്വന്തമായിട്ട് ഫ്രീസറൊക്കെ ഉള്ള ഒരു ഡോഗ്സ് ആണ് ഇവരുടെയൊക്കെ സ്വന്തമായിട്ട് ഫ്രീസറാണ് ഈ സാധനം. ഇതിലിരിക്കുന്നത് നമ്മുടെ സാധാരണ ചിക്കൻ കാലല്ല കേട്ടോ, ചിക്കനാണ്. അപ്പൊ ഇതില് ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് കൊണ്ടിരുന്ന കാണിച്ചു തരാം. അതൊന്ന് കാണിച്ചിട്ട് സമയട്ടാ. ഇതല്ലേ ഇങ്ങനെ ഇത് ഇവർക്ക് വേണ്ടി മാത്രം ഇവിടെ ചിക്കൻ കൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടാ. ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കി പറഞ്ഞല്ല, എല്ലാവർക്കും അവനവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും വളർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കെന്നൽ പോലെ ചെയ്തിട്ട് ഈ പറഞ്ഞ ജസ്റ്റ് കുറച്ച് ചോറും കൊടുക്കും, കുറച്ച് കോഴിക്കാലൊക്കെ വാങ്ങിക്കൊടുത്ത് ജസ്റ്റ് നോക്കി. എല്ലാവരും വളർത്തിയാലും നാടൻ്റെ കൂട്ടായി പോകും. എല്ലാരും പപ്പീസിനെ ചോദിക്കും, എനിക്ക് ഒരെണ്ണത്തെ തന്നൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നാളെ ആ ദുരിതം കൂടെ നമ്മൾ കാണേണ്ടി വരും. അതെ, അത് ഇപ്പൊ സമയമായിട്ടും പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. ഡോഗിനെ നമ്മൾ കൊടുത്തുവിട്ടിട്ട് ഇപ്പൊ ഈ ഒരു ഡോഗിനെ ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി അത് നോക്കേണ്ട രീതി നോക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രേഡൻ ചിലപ്പോൾ നാടൻ പട്ടി പോലെ ആയിപ്പോവും. കാരണം അവർക്ക് ആ ഒരു ട്രീറ്റ് നമ്മൾ ചെയ്തിട്ട് മാത്രമേ അവർ ആ രീതിയിൽ കയറി വരുള്ളൂ. സപ്ലിമെന്റ്സ് ഒക്കെ വേണം കമ്പൽസറി ആണ്. ശരി. നമ്മള് ഈ കുഞ്ഞു പട്ടികൾക്കായാലും മെയിലിന് 2 വയസ്സ് വരെ എങ്കിലും സപ്ലിമെന്റ്, അത് ബോണിന്റെ അല്ലെങ്കിൽ ലെഗ് ബെൻഡായി പോകും, ഹിപ്പ് ഇതായി പോകും, പല കുഴപ്പങ്ങളും ഉണ്ടാവും. അത് കാരണം അതിനുള്ള സപ്ലിമെന്റ്, ജോയിന്റ് സപ്ലിമെന്റ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്രേഡിനുമായിട്ട് എന്ത് ബന്ധപ്പെട്ട കാര്യം ഉണ്ടോ സാമേട്ടനെ വിളിച്ചോ, നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും ഹെവി ഡോഗുകളെ ഇവർ സാമേട്ടന് ഒരു കുഴപ്പമില്ലാതെ ഒരു ഇതും ഇല്ലാതെ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പ് നമുക്ക് മനസ്സിലാകും, ഹൈ സെറ്റപ്പ് നമുക്ക് മനസ്സിലാകും ഒരു കെനലിലേക്ക് ഒരു ഡോഗിനെ കാണാൻ വരുമ്പോൾ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പ് അല്ല, ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും കൊടുത്തിട്ടാണ് അദ്ദേഹം ഒരു ഡോഗ് പ്രേമികരാണ്. ചുമ്മാ ഒരു എന്താ പറയാ ക്യാഷിന് വേണ്ടി വളർത്തുന്ന രീതിയിലുള്ള സെറ്റപ്പ് അല്ല. അങ്ങനെ ക്യാഷിന് വേണ്ടി വളർത്തുന്ന സെറ്റപ്പാണ്. വേറെ കുറെ സെറ്റപ്പിൽ നമുക്ക് ഡോഗിനെ വളർത്താം അല്ലേ? ഡോഗിനോട് കുഞ്ഞിലെ മുതലേ നമ്മള് റോഡിലൊക്കെ ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കും. അങ്ങനെ അടി കിട്ടിയാലും വേണ്ടിയില്ല നമ്മള് അതിനെ കൊണ്ടുവന്ന് വളർത്താൻ നോക്കുന്ന ആ ഒരു ഇഷ്ടം കൊണ്ട് പിന്നെ അങ്ങനെ ഗ്രേറ്റ് ഡാനിലോട്ട് മാറി. ഇനിയിപ്പം വേറെ ഒരു തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഗ്രേഡ് തന്നെയാണ് ഫുള്ള്. അടുത്ത ആള് വരുന്നത്. വരുന്ന ആളെ ബ്ലാക്ക് പെപ്പർ. അവന് പിന്നെ അവൾക്ക് പിന്നെ വേറെ കാര്യമുണ്ട്. ഇവള് ഹെവി ആയി വരണ്ടേ ആയിരുന്നു. എന്താ പറ്റിപ്പോയെ? അത് ഓരോ ലൈൻസിന്റെ ആണ്. ഷോർട്ട് ഫീമെയിൽ ഉണ്ട്, പക്ഷെ നമുക്ക് ചിലപ്പോ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ കച്ചറായിരിക്കും അവിടെ. അറിയാവുന്ന അതിനോട് ഞാനും പിടിച്ചിട്ട് നിന്നില്ല കേട്ടോ. ചെറിയൊരു കച്ചറാട്ടാ. ഫീമെയിൽസ് ആയതുകൊണ്ടാണ് ജനിക്കുന്ന മെയില്. പതക്കാൻ കയറ്റിക്കല്ലോ, കച്ചറയായിരിക്കും രണ്ടുപേരും കൂടെ. അവരമ്മ വലിയ കുഴപ്പമില്ല അല്ലേ? ഇവളാണ് ഇച്ചിരി ദേശീയക്കാരി, ഇവളാണ് കുറച്ച് ദേശീയക്കാരി. അതുകൊണ്ടാണ് ഇവളോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കോമ്പിയാട്ടാ. വാ നമുക്ക് പോവാം, നമുക്ക് അവരോട് കൂടെ വാ. നമ്മൾ ഇച്ചിരി പ്രശ്നമാണ്. ശരി. ആരെ ഇപ്പൊ കയറ്റാ? നമുക്ക് ഇവളെ കയറ്റിയാലോ ആദ്യം? എന്നാല് എന്നാ അവളെ കയറ്റാം. അവളിപ്പോ തുറന്നോട്ടല്ലേ ഉള്ളു. വാ നമുക്ക് തിരിച്ച് കൂട്ടിക്കയറ്റും. ചില ആൾക്കാരെ പറയുന്നുണ്ട് വാടാ അത്തിച്ചോ ഒന്ന് കൂട്ടിക്കയറ്റുന്ന കാണിച്ചു കൊടുക്കാം. ചിലവരെ നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കൂട്ടിക്കയറ്റില്ല ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് സമാധാനം എന്താ അത് വേണേൽ നമുക്കൊന്ന് കയറ്റിയേക്കാം. ഇനി കയറി കേട്ടാ. ആയില്ല ഏതാ ഓക്കെ. ഇനി നമ്മള് കൂട്ടിക്കയറ്റിയിലാണ് ആർക്കും പരാതി വേണ്ടല്ലോ. അപ്പൊ സ്നൈപ്പറേയും ഗ്ലോറി അല്ലടാ, ഡോൾഫി. ഓക്കെ, പേര് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും. ഓക്കെ, വാ അവിടെ എല്ലാരും വാ. ഇങ്ങന്നേ, ഇവന്റെ പേര് സിംബേനെ നമ്മൾ പരിചയപ്പെടില്ല. സിംബ തന്നെ. ശരി, സിംബേനെ നമ്മൾ പരിഗണ. സിംബ എഴുതിയേക്കുമ്പോ തന്നെ എനിക്ക് അങ്ങ് പിടിച്ചാൽ നിൽക്കുന്നില്ല. ഇവന് എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. 2 വയസ്സ് പറയാ സിംബ. ചെക്കനാട്ടാ. സ്റ്റഡ് മെയിലാ? ഇവര് പപ്പീസ് ഇറങ്ങാനുണ്ട്. ഇവിടെ അല്ല, വേറെ സ്ഥലത്ത്. ശരി. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ താരം. ഇവൻ ഭയങ്കര സ്നേഹപ്രകടനം കൊണ്ട് ഈ പാനലൊക്കെ ആറോ ചെളിയാക്കിയേ. ഇതൊക്കെ ആരോ ചെളിയ. ശ്വാസം മുട്ടിക്കട്ടെ തന്നെ, ശ്വാസം മുട്ടിക്കട്ടെ. ഇരിക്കണോ അവിടെ? അവിടെ ഇതാരുത് നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നല്ലോ. വന്നേ. എല്ലായിടത്തും അതിലൊക്കെ വരുന്നത്. എന്നെ അങ്ങ് മൂടി. വാ
ആ ശരി. ആ ശരി. സാമേട്ട വിദേശത്താണ് കേട്ടോ. ഗ്ലോറിയാണ് ഇവരെല്ലാം നോക്കുന്ന ആള് കേട്ടാ. ആള് അത് ശരി. 6ാം ക്ലാസ്സിൽ. എവിടെയാ? ഇവരെ ഭയങ്കര ഇഷ്ടമാണോ? അവളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. കൊച്ചിനെ അവളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇഷ്ടമാണ് പറഞ്ഞേട്ടാ. ഏറ്റവും കൂടുതൽ പറ്റാരോടാ? ഏറ്റവും കൂടുതൽ ഇതിലുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? പെപ്പറിനോടും റോക്കിയോടും. ആഹാ. പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക്. പിന്നെ ആ രണ്ടുപേരും കേട്ടോ. ഈ രണ്ടുപേരാണ് കൊച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടാ. ഇവിടെ വാ. ഓ അത് ശരി. കുറച്ച് കഴിയുമ്പോ കൊച്ചിന് ഇത് മാറും. നമ്മുടെ ചെക്കൻ വലുതായി വരുമ്പോ ചിലപ്പോ കൊച്ചിന് ഇഷ്ടം മാറായിരിക്കും അല്ലേ? കുറച്ച് നല്ല ഗ്രേഡിനെയും കണ്ടു. അത്യാവശ്യം ലൈൻസ് ഉള്ള, അത്യാവശ്യമല്ല ഹെവി ലൈൻസ് ഉള്ള കുറച്ച് പേരെ കണ്ടു. അപ്പോൾ ഇതിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ സമയത്ത് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ എടുത്തു പറയുന്നത് ഒരു പ്രൊമോഷൻ കൂടിയായിട്ട് കാണണ്ട കേട്ടോ. നമ്മളിവിടെ അവളെ ചലഞ്ച് ചെയ്യുന്നപ്പോൾ ഇവരെ കാണിച്ചാണ്. കാരണം വെറൈറ്റി കുറച്ച് പേരെ ഉണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകർ. എപ്പോഴും എല്ലാവരും നമ്മൾ കാണുന്ന ആൾക്കാരല്ല. ഡോഗുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് പേര് ഗ്രേഡിനെ അറിയായിരിക്കും. കുറവാണ്. കാരണം ഈ സൈസിലുള്ള ഗ്രേഡിനും കുറവാണ് നമ്മുടെ കേരളത്തിൽ കേട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. കെനലിലാണ് ഈ ടൈപ്പ്. ഇത് യൂറോപ്യൻ. അമേരിക്കൻ ആണ് കൂടുതലുള്ളത്. ഉണ്ടല്ലേ? ബ്രൗൺ ആയിട്ട് കളർ വരുന്നത്. ഇവരിൽ ആ ബ്രൗൺ കളർ വരില്ല, കുറവായിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ശരി. അത് അൽബിനോ വൈറ്റ് കൂടുതൽ കയറിയ. ഓ ഇതിനല്ലേ? ഇവക്ക്. ഓയ് വന്നേ. വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റിയേ? എന്ത് പറ്റി? വലിയൊരു ഒരു നമ്മോട് വലിയൊരു കമ്പനി കൂടാതെന്താ? ഉള്ള പൈസ അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. അത് വേറെ കാര്യം. ഹെഡ് ഞങ്ങളുടെ തമ്മിലുള്ള ഹെഡ് വ്യത്യാസം കണ്ട? തല വ്യത്യാസം കണ്ടാ? മൊബൈലിൽ കാണുന്ന വ്യത്യാസമല്ലോ കേട്ടോ. ടോപ്സി. അത് ശരി. ഇതേ അവളാണല്ലോ ഇപ്പൊ ഫുള്ള് ഇത് കൊണ്ടുനടക്കുന്നത്. നിന്റെ പന്ത് അവൻ കൊണ്ടുപോയിട്ടാ. ഇവിടെ കൊണ്ടുപോയി. അപ്പൊ ഇനി നമുക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സമയത്ത് നമുക്ക് 8ന്റെ പണി തന്നിട്ടുണ്ട്. ഇനി ഇതുപോലെയല്ല ഒരു ജർമ്മൻ ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലാണ്. ജർമ്മൻ നാടൻ ക്രോസ് ആണ്. ഏജ് എത്ര? 18 വയസ്സുള്ള ഡോഗാണ് കേട്ടോ. 1-2 വയസ്സല്ല, 18 വയസ്സുള്ള. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഒരു ചലഞ്ച് ഇതില് വോട്ട് ചെയ്യായിരുന്നു. ഇതിൽ സമയത്തും പറഞ്ഞു ഇവള് 50-50 ചാൻസ് ആണ്, കടിക്കോ ഇല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മറ്റേത് ഏകദേശം ഒരു കൺഫേം കടീന്റെ കേസാണ്. അപ്പം ഞാനിപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 4 ദിവസമായി ഇവിടെ വന്നിട്ട്, ഈ കൊല്ലം സൈഡിൽ വന്നിട്ട്. അപ്പൊ ഞാൻ വരുമ്പോൾ തന്നെ സമയത്തോട് പറഞ്ഞായിരുന്നു, സമയട്ട ലാസ്റ്റ് ആ വീഡിയോ ചെയ്യാം. കാരണം എന്നാ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകേണ്ടതാണല്ലോ, എന്ത് സംഭവിക്കാം. അപ്പൊ എനിക്കൊരു 4 വീഡിയോ കമ്മിറ്റ് ചെയ്തിട്ട് ഇപ്പൊ 3-4 വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ആ 4 വീഡിയോ കഴിഞ്ഞിട്ട് 5ാമത്തെ വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം. കാരണം എന്തെങ്കിലും ബൈറ്റ് കിട്ടുമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കമ്മിറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ക്യാൻസൽ ആക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പൊ അവിടേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിലെന്ത് ഗ്രേനുമായിട്ട് എന്ത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ സമയത്തിന് വിളിക്കാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ രഞ്ജുഭായി നമ്മളെ തേടി വയനാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നതല്ലേ. പിന്നെ വേറൊരു കാര്യം നേരത്തെ പറഞ്ഞു പോയപ്പോ നിങ്ങൾ കേട്ടോ എനിക്കറിയത്തില്ല. നമ്മുടെ ഇവന്റെ കുഞ്ഞിന്റെ കേസ് പറഞ്ഞല്ലോ. ഇവനിലുണ്ടാകുന്ന ഫസ്റ്റ് ബ്രീഡിങ്ങിലുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മുടെ പ്രേക്ഷകർക്ക് സ്റ്റഡ് പപ്പീനാട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ ഏറ്റവും നല്ല പപ്പിയായിരിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകർക്ക് വില വരുന്നതായിരിക്കും. അത് കേട്ടോ. ഇപ്പൊ ഇവനെ തന്നെ വാങ്ങിയതാണ് നല്ല റേറ്റിലല്ലോ വാങ്ങിയേ അല്ലേ. അപ്പൊ അതായത് ഇവനെ ഇപ്പൊ എല്ലാരും ബ്രീഡർമാരെ കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ബ്രീഡർമാരുടെ ഇടയിൽ ചർച്ചയുള്ള ഡോഗാണ് ആ ഡോഗ്. ഓക്കെ, ഇത് തന്നെ ആൾക്കാർ തിരിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞല്ലേ. ഇവനെ തിരിച്ചങ്ങ്, കാരണം അവരോട് സ്റ്റഡ് ഒരു പപ്പിയെ നിർത്തിയായിരുന്നു, അവനേക്കാൾ ഹെവി ആയിട്ട് ഇവൻ വന്നെന്ന് പറഞ്ഞു ഇത്ര മാസം. അപ്പൊ അവർ തിരിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിൽ ഇറങ്ങുന്ന ഒരു കുഞ്ഞിനെ നമ്മുടെ ലീ സ്റ്റോക്സിലെ പ്രേക്ഷകർക്ക് ഒരാൾക്ക് നമ്മൾ ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഗീവ് അവേ എന്നല്ല, നമ്മൾ അങ്ങനെ നോക്കാം. പിന്നെ തരുന്നെന്ന് പറഞ്ഞ കാര്യമില്ല, നമ്മുടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ തരുള്ളൂ. നമ്മള് ആർക്കെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുമല്ലോ, നോക്കുന്ന ഒരാൾക്ക് നോക്കി നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അന്ന് സമയത്ത് എന്തായാലും ഇപ്പൊ പുറത്തേക്ക് പോകും ആളെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു ദിവസം നമ്മൾ തരുന്നതായിരിക്കും. ചെക്ക ഇപ്പൊ വേഗം വലുതാ കിട്ടാ, ഇങ്ങനെ നടന്നാ പോരാ. കുട്ടികളെയൊക്കെ മാറിയിട്ട് തന്ത ആയിക്കോണം, മനസ്സിലായല്ലോ. 8 മാസം കൂടെ കഴിഞ്ഞാൽ ചെയ്യിക്കാം. അപ്പൊ ഒരു വർഷം നിങ്ങൾ പ്രതീക്ഷിച്ചോ. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഇവന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ തരുന്നതായിരിക്കും. അല്ലടാ, അല്ലേ? ഇങ്ങനെ നടന്നോ കേട്ടോ, ഇങ്ങനെ നടന്നോ. അപ്പൊ സമയട്ടാ, ബൈ.